ഇതുകൊണ്ട് ഉപയോഗമില്ല സഹോദരങ്ങളെ, ധാരാളം ഉപയോഗങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ ക്ലാസ് എത്രയോ ആളുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ കേൾക്കുകയാണ്, എത്രയോ ആളുകളിലേക്ക് എത്തുകയാണ്. വിദേശത്തുള്ളവരും അതുപോലെ നാടിന്റെ പല ഭാഗങ്ങളിലുള്ളവരും എല്ലാവരും കേൾക്കുകയാണ്. ഒരുപാട് ഉപകാരങ്ങളല്ലേ ദീനിയായ വിഷയങ്ങൾ വേഗം കൈമാറാൻ. ഇതുപോലെയുള്ള നന്മകൾക്ക് വേണ്ടി നാം ചെലവഴിക്കേണ്ടിയിരുന്നു. പക്ഷേ നാം തിന്മകൾക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ നമ്മുടെ കുടുംബം താറുമാറായി. നമ്മുടെ കുടുംബങ്ങൾ അസ്വാരസ്യങ്ങളുള്ളവരായി മാറി. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കണ്ടാൽ മിണ്ടാനും പറ്റാത്ത രീതിയിൽ അടുത്ത ബന്ധങ്ങൾ അകന്നുപോയി. അകന്ന ബന്ധങ്ങളെ അടുപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്തു. പണ്ട് കാലങ്ങളിൽ ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം മാറി. ഒരു കവി പറഞ്ഞതുപോലെ ആജ് ബാപ് ബേटे से सीखता है मोबाइल पर इंटरनेट का इस्तेमाल. ഇന്ന് ബാപ്പമാർ ആൺമക്കളിൽ നിന്നും മൊബൈൽ എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് പഠിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഇന്നലെ കൽ തക് ബാപ് സിഖാതാ താ ദീനെ ഗൈറ ശറഫ ഹയാ और അഖ്ലാഖിയ. ഇന്നലെ വരെ ബാപ്പമാർ മക്കൾക്ക് പഠിപ്പിച്ചിരുന്നു ദീനിയായ വിഷയങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, ലജ്ജ, അതുപോലെ തന്നെ നല്ല നല്ല സ്വഭാവങ്ങൾ. ഇന്നലെ വരെ ബാപ്പമാർ മക്കൾക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് മക്കൾ ബാപ്പമാരെ പഠിപ്പിക്കുന്നു ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കാം, വാട്സ്ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം, ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മക്കൾ പഠിപ്പിക്കുകയാണ്. ശരിയാണ്, നമുക്കൊന്നും പരിചയമില്ലാത്തൊരു കാര്യം അത് നമ്മുടെ മക്കളല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെയും വിഷയം ഞാൻ പറയുകയാണ്, നമുക്കൊന്നും ഇതിന്റെ പല മേഖലകളിലേക്കും ചെല്ലാൻ നമുക്കറിയില്ല, ഇതിന്റെ പലതും ഉപയോഗിക്കാൻ അറിയില്ല. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ, നമ്മളും പഠിക്കണം. കാരണം നമ്മുടെ മക്കൾ മോശമായി ഉപയോഗിക്കുമ്പോൾ ഏതാണ് മോശമായി അവർ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ നാം പഠിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ പെണ്ണുങ്ങൾ ഇന്ന് ഉമ്മമാർ പെൺമക്കളിൽ നിന്നും പഠിക്കുന്നു. ഫാഷന്റെ ഡിസൈൻ, പുതുപുത്തൻ ഫാഷനുകൾ, പുതുപുത്തൻ വസ്ത്രങ്ങളുടെ ഡിസൈനുകൾ പെണ്ണുങ്ങൾ നമ്മുടെ പെൺകുട്ടികളിൽ നിന്നും മക്കളിൽ നിന്നും പഠിക്കുന്നു. പക്ഷേ ഇന്നലെ വരെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർ പഠിപ്പിച്ചിരുന്നു, ഉമ്മമാർ പഠിപ്പിച്ചിരുന്നു. എന്താ പഠിപ്പിച്ചിരുന്നത്? ഇന്നലെ വരെ ഉമ്മമാരെ പഠിപ്പിച്ചിരുന്നു, നല്ല അതവ് പഠിപ്പിച്ചിരുന്നു, മാന്യത പഠിപ്പിച്ചിരുന്നു, ലജ്ജ പഠിപ്പിച്ചിരുന്നു. ഏതൊക്കെ പുരുഷന്മാരെ കാണാം, ഏതൊക്കെ പുരുഷന്മാരെ കാണാൻ പാടില്ല എന്ന് ഇന്നലെ വരെ നമ്മുടെ ഭാര്യമാർ സ്ത്രീകൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉമ്മമാർ മക്കളിൽ നിന്നും പഠിക്കുകയാണ്. ഫാഷന്റെ പുതുപുത്തൻ ഡിസൈനുകൾ, പുതുപുത്തൻ ഫാഷനുകൾ പഠിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ കുലങ്കഷമായി ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ പരാജയമായിരിക്കും ഉണ്ടാകുക. പുതുതലമുറ ദീനറിയാത്ത, അതുപോലെ സംസ്കാരം എന്തെന്നറിയാത്ത, ധാർമ്മിക ബോധമറിയാത്ത, ധർമ്മം എന്തെന്നറിയാത്ത, സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹമായിരിക്കും ഇവിടെ ജീവിക്കുക. എന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ വ്യഭിചാരത്തിനും ബലാത്സംഗത്തിനും കൂട്ടുനിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായിരിക്കും ഇവിടെ ഉണ്ടാകുക. അമുസ്ലിമീങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നാം വളരെ കുലങ്കഷമായി കാണുകയും നമ്മുടെ മക്കളെ നിയന്ത്രിക്കുകയും ചെയ്യുക. നമ്മുടെ മക്കൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോ, ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോ നമ്മുടെ ഒരു കണ്ണ് വേണം. അതുപോലെ നന്മകൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ ഖുർആൻ ക്ലാസ് പോലെയുള്ളത് അവർ പ്രചരിപ്പിക്കട്ടെ, അവരുടെ കൂട്ടുകാരിലേക്ക് അത് പ്രചരിപ്പിക്കട്ടെ. അതുപോലെയുള്ള നല്ല നല്ല പ്രഭാഷണങ്ങളും നല്ല നല്ല ദീനിയായ കാര്യങ്ങളും അവർ പ്രചരിപ്പിക്കട്ടെ. അല്ലാതെയുള്ള ദുന്യവിയായ കാര്യങ്ങൾ, മോശമായ അശ്ലീല ചിത്രങ്ങൾ, നീലചിത്രങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നതിനെ തൊട്ട് അവരെ നാം നിയന്ത്രിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. വളരെ കൃത്യമായ ആലോചനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടെ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ദുആകൾ വസിയ്യത്ത് ചെയ്തവർ, ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാനെ അല്ലാഹുവേ ഇസ്ലാമിനെ ജീവിപ്പിക്കണേ. അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. എല്ലാവിധ ഫിത്നകളിലും നീ കാക്കണേ അല്ലാഹുവേ. ഹൃദയ വിശാലത നൽകണേ അല്ലാഹു. ഈമാനും ഇസ്തിഖാമത്തും ഇഖ്ലാസും തഖ്വയും നൽകണേ പടച്ചവനേ. അല്ലാഹുവേ, നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹു. അല്ലാഹുവേ നല്ല മരണം നൽകണേ തമ്പുരാനെ. കാഫിറായി